ഒരു ബെറ്റ് തോറ്റതിന്റെ ടീഷർട്ടാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആസ് യു ക്യാൻ സീ ഇൻ ദ തംബ്നെയിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊന്ന് പുറത്തു പോവാണ്. സോ വി ആർ ഗോയിങ് ടു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മോൾസ് ഇൻ കാനഡ, ദാറ്റ് ഇസ് സ്ക്വയർ വൺ മോളാണ്. നമ്മുടെ ലുലു മോൾ പോലെയൊക്കെ നാട്ടിൽ, പക്ഷേ ലുലു മോൾ പോലെയല്ല, അതിലും ഒത്തിരി വലുതാണ്. കുറേ ഷോപ്സ് ഉണ്ട്, കുറേ ബ്രാൻഡഡ് ഷോപ്സൊക്കെ ഉള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ ഞാനിന്ന് സ്ക്വയർ വൺ പോകുന്ന എൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, അശ്വിൻ ആൻഡ് ശരൺ. അശ്വിനെ നിങ്ങൾ എൻ്റെ പഴയ വ്ളോഗിലൊക്കെ കണ്ടു കാണും, അതിനകത്ത് അവനുണ്ടായിരുന്നു. സോ അവിടെ കൂടി ഞാൻ ഇന്ന് പോകുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് പോകുന്നതാണ്, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ പോയി ചുമ്മാ കഴിഞ്ഞ് തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും പിന്നെ സ്ക്വയർ വൺ മോളിൻ്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ജസ്റ്റ് കം അലോങ് വിത്ത് മീ ടു സ്ക്വയർ വൺ. പിന്നെ ഇന്നത്തെ ഈ ഒരു വെതർ അത്ര നല്ല വെതറല്ല, പക്ഷേ എന്ന് വെച്ചാൽ ഇന്ന് അത്യാവശ്യം നല്ലൊരു വിൻഡിയാണ്, അറ്റ് ദ സെയിം ടൈം സ്നോയിങ്ങും ആണ്. പക്ഷേ കമ്പയർ ടു ദ പ്രീവിയസ് വിൻറ്റേഴ്സ്, ലൈക്ക് ലാസ്റ്റ് ഇയറും ഈ വർഷവും വളരെ കുറവാണ്. ഈ വർഷം എനിക്കറിയത്തില്ല, ഇപ്പോൾ ജാനുവരി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, ഫെബ്രുവരിയൊക്കെ എങ്ങനെയാവുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ കമ്പയർ ടു ദ പ്രീവിയസ് ഇയേഴ്സ് ഈ കഴിഞ്ഞ വർഷവും അത്ര സ്നോയിങ് ഇല്ല, ഈ വർഷവും അങ്ങനെ അത്ര വലിയ സ്നോയിങ് കാണത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. അറിയത്തില്ല. പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റ് അത്ര നല്ല ഫീസിബിൾ ക്ലൈമറ്റ് അല്ല. പിന്നെ ഞങ്ങൾ കാറിലൊക്കെ പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇപ്പം നടന്നും ബസ്സിലൊക്കെ പോകുന്നവർക്ക് അത്യാവശ്യം കുറച്ച് പാടായിരിക്കും ഈ ഒരു വെതർ എന്ന് പറയുന്നത്. കാനഡയിൽ അറിയാമല്ലോ, ഇവിടെ നിന്നൊക്കെ പറയുമ്പോൾ -20 -30 വരെയൊക്കെ ജാനുവരി ഫെബ്രുവരി ടൈമിൽ -30 വരെ ഒന്നും പോയില്ല. കഴിഞ്ഞ വർഷം എനിക്കൊന്ന് -20 വരെ പോയിരുന്നു, ഈ വർഷം എനിക്കറിയത്തില്ല. അപ്പം പക്ഷേ ഇവിടെ അത്യാവശ്യം സ്നോയിങ് ഉള്ള ടൈമാണ്. പക്ഷേ വിൻഡും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഈ വിൻഡി ടൈമിൽ നമുക്ക് എന്താ പറയുക, ഒന്നെങ്കിൽ ഒരു മാസ്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്ലീസ് ലൈൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ച് നമ്മുടെ ഫേസ് കവർ ചെയ്തില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വൂളൻ സ്കാർഫ്സ് അത് വെച്ച് നമ്മുടെ എന്താ പറയുക നോസും കൂടെ കവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്, എനിക്കറിയത്തില്ല വേറുള്ളവർക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാനിവിടെ പുറത്തൊന്ന് കാണിച്ചു തരാം. ഞാൻ ഇപ്പം വിൻഡോ ഫേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് കാണാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ കാണിച്ചു. ഇതെൻ്റെ വിൻഡോ ആണ്, ആസ് യു ക്യാൻ സീ. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ആക്ച്വലി ഞാൻ വിൻ്റർ ടൈമിൽ മേടിച്ചതാണ്. വിൻ്റർ ടൈമിൽ ഇവിടെ ലൈറ്റൊക്കെ കുറവായിരിക്കുമല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കുറേ ബൾബ്സൊക്കെ എല്ലാവരും മിക്കവരും ഡെക്കറേറ്റ് ചെയ്യും ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കും. ഞാൻ അങ്ങനെ മേടിച്ച് വെച്ചതാണ്. അപ്പം ഇത് കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. വിൻഡുണ്ട്, അറ്റ് ദ സെയിം ടൈം ചെറുതായിട്ട് സ്നോഫോൾ, രാവിലെ സ്നോഫോൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ സ്നോഫോൾ ഇല്ല. സോ ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. സോ എനിവേ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം. വേറെ അവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, എൻ്റെ സെൽഫി സ്റ്റിക്ക് കഴിഞ്ഞ ദിവസം പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ വേറെയാണ് ഓർഡർ ചെയ്ത്, ഞാൻ വെച്ച് ഇന്ന് വരും എന്ന് വിചാരിച്ചു, പക്ഷേ ഇന്ന് വരത്തില്ല, നാളെ വരത്തുള്ളൂ. അപ്പം എൻ്റെ കൈയാണ് എൻ്റെ സെൽഫി സ്റ്റിക്ക്. അപ്പോൾ ദയവേത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ചെറുതായിട്ട് കുലുങ്ങുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ്. അപ്പോൾ ഇനിയും നമുക്ക് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഹായ്, അപ്പോൾ ഞാനിപ്പോൾ കാറിൻ്റെ അകത്ത് കയറി, ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ശരണെയും അശ്വിനെ ഓൾറെഡി കണ്ടിട്ടുണ്ട്, എന്നാലും അവരുണ്ടായാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അശ്വിൻ, ശരൺ നമസ്കാരം. ശരൺ പഞ്ചാബിയാണ്, പക്ഷെ പുള്ളിക്കാരിക്ക് മലയാളം അറിയില്ല. സസ്രീകാൽ എന്ന് വെച്ചാൽ ഓക്കെ. അപ്പം ഞങ്ങൾ ഓൺ ദ വേ ടു സ്ക്വയർ വൺ ആണ്. അപ്പം അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാം. ഇത് ശരണിൻ്റെ കാറാണ് കേട്ടോ, ഭയങ്കര എക്സ്പെൻസീവ് കാറാണ്. എനിക്ക് കൂടുതൽ കാറിനെ പറ്റി വിവരമൊന്നുമില്ല, എന്നാലും ഭയങ്കര എക്സ്പെൻസീവ് കാറാണെന്ന് അറിയാം. ഇത് ആക്ച്വലി 2-seater കാറാണ് കേട്ടോ, ഒരു സ്പോർട്സ് കാറാണ്, കമീറോ. അപ്പം എന്താ ബാക്കിൽ ചെറിയൊരു സ്പേസ് ഉണ്ട്, പലയൊക്കെ തട്ടുകൾ ആക്ച്വലി, അങ്ങനെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പം ചെറിയൊരു കാറാണ്, 2 പേർക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന കാറാണ്. പക്ഷെ ബാക്കിലും ഇരിക്കാം 2 പേർക്ക്, പക്ഷെ എന്നാലും ബാക്കിൽ കുറച്ച് തിങ്ങി ഇറങ്ങിയിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ആണ്. പുറത്ത് നല്ല കാറ്റുമുണ്ട്, മഞ്ഞുണ്ട്. അപ്പം അവിടെ എത്തിയിട്ട് കാണിക്കാൻ പറ്റും.
Assalamualaikum. This is Sharon. Say hi. ഞങ്ങളിത് ഇവിടെ സ്ക്വയർ വണ്ണിലെത്തി. ഈ മൊത്തം കാണുന്നത് ഈ സ്ക്വയർ വണ്ണിലിൻ്റെ അകത്തുള്ള ഞാൻ കാണിച്ചുതരാം ചുറ്റും. സോ ഇവിടെ കാണുന്ന മൊത്തം എന്താ പറയുക സ്ക്വയർ വണ്ണിൻ്റെ എൻ്റെ കുറേ ഷോപ്സൊക്കെയാണ്. ഈ കാണുന്നത് ഫുൾ ഐ മീൻ ലൈക്ക് വാൾമാർട്ടിൻ്റെ ഒരു സൈഡിൽ നിന്ന് കയറിയിട്ട് പിന്നെ അകത്ത് പോയി നമുക്ക് വേറെ ഷോപ്പൊക്കെ ചെയ്യാം. ആക്ച്വലി എനിക്ക് ചെറിയ കോൾഡ് ഉണ്ട്. അതൊക്കെയാണ് ഞാൻ ഈ ക്യാപ്പൊക്കെ വെച്ചിട്ട് ഇറങ്ങിയത് വണ്ടിയിൽ നിന്ന്. ചെറിയ കോൾഡ്. ആദ്യം നമ്മൾ വാൾമോട്ടിൽ കയറി. എന്തിനാണെന്തോ ഈ വഴി വരുന്നത്. അപ്പം വാൾമോട്ടിൽ എനിക്ക് കുറച്ച് സാധനം മേടിക്കണം. പക്ഷേ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് മേടിക്കില്ലെങ്കിൽ ഇതെല്ലാം ചുമന്നുകൊണ്ട് പിന്നെ മൊത്തം മോളിൽ കൂടെ നടക്കേണ്ടി വരും. അതുകൊണ്ട് ഇറങ്ങാൻ നേരത്ത് വാൾമോട്ടിൽ നിന്ന് കുറച്ച് സാധനം മേടിക്കും. ജസ്റ്റ് കാണിച്ചാൽ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. വാൾമോട്ട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. സ്ക്വയർ വൺ മോളിൻ്റെ അകത്തുള്ള വാൾമാർട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു വാൾമാർട്ടാണ്. അപ്പം അതിൻ്റെ അകത്തുകൂടെ കുറച്ച് നടക്കണം അകത്തേ നമുക്ക് മോളിൻ്റെ അകത്ത് പോകാൻ. അപ്പം നമ്മളങ്ങനെ അതിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സ്ക്വയർ വൺ മോള്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ പോകുന്ന ഷോപ്സും ഇന്നത്തെ ഞങ്ങളുടെ ഷോപ്പിങ്ങും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. ബനാന റിപ്പബ്ലിക്, സാറ ഉണ്ട്, അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ സാരയിലാണ്. സാരയിൽ അറിയാലോ നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടെയുള്ള ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ. ചുമ്മാ വെറുതെ കയറിയതാണ്. എൻ്റെ മറ്റേ ഷർട്ടിന് ഇവിടെ ഒന്ന് റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ ഇവിടെ നല്ല ക്യൂ ആണ്. അത്യാവശ്യം കുറച്ച് ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നല്ല എക്സ്പെൻസീവ് ആണ്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ ജാക്കറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് $149 നല്ലൊരു ജാക്കറ്റ്. അതൊക്കെ നല്ല ഫ്ലീസ് ലൈൻഡൊക്കെയാണ് നല്ലത്. ഇതൊക്കെ സാരയിലെ ബൂട്ട്സാണ്. ഇതൊക്കെ സെയിലിന് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. $69. കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് നല്ല തിരക്കാണ് കേട്ടോ. വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. നല്ല തിരക്കാണ് ഇതിൻ്റെ അകത്ത്. എനിക്കറിയത്തില്ല, ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കും, വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക്. ഞങ്ങൾ ജസ്റ്റ് ഷരൻ്റെ ഡ്രസ്സ് തിരിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് അടുത്ത ഷോപ്പിൽ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറേ ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. ഞാനൊന്നും മേടിക്കുന്നില്ല. ഇത് ഞാൻ ഒരു പണിയില്ലാണ്ട് വെറുതെ അവിടെ നിന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. അവരെല്ലാവരും കൂടെ കൗണ്ടറിൽ സാധനം എക്സ്ചേഞ്ച് ചെയ്യാൻ പോയതായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ നിന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. एक साइड अच्छा, एक और साइड है. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഐലൈനർ ട്രൈ ചെയ്യുന്ന ശരണ ഐലൈനർ അങ്ങ് മേടിച്ചു. ഞാൻ പിന്നെ ഒരു ബ്ലഷ് ട്രൈ ചെയ്ത് നോക്കി. ഈ ബ്ലഷ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാൻ അത് മേടിച്ചില്ല. അതുപോലെ തന്നെ തിരിച്ചു വെച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ സെഫോറയിൽ ഇറങ്ങി. അപ്പോൾ ഇനി സ്ഥിരം നമ്മൾ സ്ക്വയർ വേണ്ടി ഞാൻ വന്നു കഴിഞ്ഞാൽ റിയൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നൊരു ജ്യൂസ് മേടിക്കാനുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ കാണിച്ചു തരാം. ദേ കാണുന്ന കടയാണ് നമ്മുടെ റിയൽ ഫ്രൂട്ടും. ഇവിടെ സ്ഥിരം വന്ന് മേടിക്കുന്ന ഒരു ജ്യൂസാണ് ഇവരുടെ ഹൗസ് സ്പെഷ്യൽ മാംഗോ സ്ലഷ്. അടിപൊളിയാണ്. പോപ്പ ബോൾസ് ഒക്കെ ഇട്ടിട്ട് കുടിക്കാൻ വേണ്ടി സൂപ്പറാണ്. സ്ഥിരം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം പോയി മേടിക്കുന്ന സംഭവമാണിത്. ഇന്നിപ്പോൾ കുറച്ച് ഷോപ്പൊക്കെ ചെയ്തിട്ട് പയ്യാണ് വന്ന് മേടിച്ചെന്നേ ഉള്ളൂ. അപ്പം ഇവിടുന്ന് 2 മാംഗോ സ്ലഷ് ഓർഡർ ചെയ്തു. വിലാസ് ശരൺ ഹൗസ് കാനഡ.
good. But what's your experience? Yeah, but what's your experience altogether? It's good for your growth. If you want to grow, come here. If you want to grow and stay at home, stay. അപ്പോൾ ഇതാണ് റിയൽ ഫ്രൂട്ട് ഇവിടെ സ്ട്രോ റിയൽ എപ്പോഴും സ്ക്വയർ ഫണ്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം മേടിക്കുന്ന ഈ സാധനമാണ് റിയൽ ഫ്രൂട്ട്. വന്ന സമയം തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ പ്യുവർ ആയിട്ടുള്ള മാംഗോ ആണ്. പ്ലസ് ബോബ ഹോസ്. ഷരണ് ഹോട്ടായിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ സ്റ്റാർബക്സിൽ നിന്ന് കോഫിയാണ് ഓർഡർ ചെയ്തത്. പ്ലസ് എന്തോ കഴിക്കാനും മേടിച്ചു. അപ്പം അവളുടെ കോഫിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇവിടെ ഒരു സൗണ്ട് കേട്ടൂടെ. ആക്ച്വലി ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് എന്താ സംഭവം എന്ന് അറിയില്ല. ഒരു എന്താ പറയുക എമർജൻസി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അവരത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നു. ഈ ഫയറോ വേറെ എന്തെങ്കിലും ആണോ എന്നൊന്നും അറിയത്തില്ല. അത് നമുക്ക് നോക്കാം. കുറച്ച് നേരമായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഈ ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണോ ഉണ്ടോ എവിടെയെങ്കിലും തീ പിടിച്ചോന്ന് അറിഞ്ഞൂടാ. എന്തായാലും എല്ലാവരും നല്ല കൂളായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അപ്പം അശ്വിൻ അത് കളിക്കാൻ പോവാണ്. അവനെ നോക്ക്, കളിച്ചു നോക്ക്. നോക്കാൻ കിട്ടുന്നുണ്ടോന്ന്. ഓ, ഇത് താഴോട്ട് പോയാലേ നനങ്ങത്തുള്ളല്ലേ? ആ, അത് കിട്ടൂടാ. അയ്യോ, ഇത് കൊറിയൻ ഷോപ്പാണ്. ഇവിടെ കുറേ കൊറിയൻ ടോയ്സും അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇവിടെ. ചെറുപ്പത്തിൽ നമ്മുടെ ഫേവറേറ്റ് കാർട്ടൂൺ പിക്കാച്ചു, പോക്കിമോൻ. പിക്കാച്ചു എന്നല്ലേ പറയുന്നേ? പിക്കാച്ചു ഇതിന്റെ പേരാ. ആ, പോക്കിമോൻ ആണ് കേട്ടോ, മാറിപ്പോയി. പിക്കാച്ചു is this. We have Squirtle. പിക്കാച്ചു ഏതാ? ഇതാ പിക്കാച്ചു. അത് തന്നെയല്ലേ പോക്കിമോൻ. പോക്കിമോൻ ആണ് പിക്കാച്ചു ഷോന്റെ ക്യാരക്ടർ. ബൾബസോർ. പിന്നെ പോക്കിമോൻ ക്യാരക്ടർ. പോക്കിമോൻ ഫാൻസ് ആണ്. ബൾബസോർ. ഇവിടെ കുറേ ഉണ്ട്. കൊറിയൻ ഷോപ്പാണ്. കുറേ കൊറിയൻ കോസ്മെറ്റിക് പ്രോഡക്ട്സും അങ്ങനെ കുറേ. ഞാൻ ഇവിടെ പോയിട്ടില്ല, കയറിയിട്ടില്ല. ആദ്യമായിട്ടാട്ടോ ഞാൻ ഈ ഷോപ്പിൽ കയറി. നടന്ന് മടുത്തു. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് കടയാണ് സ്പോർട്സ് ചെക്ക്. കാണിച്ചു തരാം. സോ സ്പോർട്സ് ചെക്കിൽ നിന്ന് അവൻ മേടിച്ച ടീഷർട്ടാണിത്. ചേച്ചി വാങ്ങിച്ചെന്ന ടീഷർട്ടാണ്. അതെ, വാങ്ങിക്കാൻ പോകുന്ന ടീഷർട്ട്. ഒരു ബെറ്റ് തോറ്റതിന്റെ ടീഷർട്ടാണ്. ജോർഡൻ അല്ലേ? അർബൻ ബിഹേവിയറിലായിരുന്നു. ഡ്രസ്സൊന്നും മേടിക്കണ്ടെന്ന് വെച്ച് കയറിയതാ. പക്ഷേ ഡ്രസ്സ് എടുത്തു. ഉച്ചയ്ക്ക് 2 മണിക്ക് ഞങ്ങളിവിടെ വന്നതാണ്. സമയം ഇപ്പോൾ 6 മണിയായി. സമയം പോകുന്ന പോക്കെയാണ്. അറിഞ്ഞതേ ഇല്ല ഇത്രയും നേരം പോയത്. ആണ് ഇവിടെയും ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട്. ഇവിടെ ഇപ്പോൾ രാത്രി 9 മണി വരെ ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ നടന്ന് വാൾമാർട്ട് എത്തി. അപ്പോൾ വാൾമാർട്ടിൽ നിന്ന് ഇനി കുറച്ച് സാധനം പർച്ചേസ് ചെയ്യുക. അവിടെ നിന്ന് ഞങ്ങൾ എക്സിറ്റ് ചെയ്യുക. ആക്ച്വലി മടുത്തു ഇത്ര എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. തിരിച്ച് ഞങ്ങൾ കാറിൻ്റെ അടുത്തിട്ട് പോവുകയാണ്. വാൾമാർട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്തൊന്നും കാണിക്കാൻ പറ്റിയില്ല. കാണാൻ വന്നാൽ ഭയങ്കര കാറ്റുണ്ട് കേട്ടോ. അതാണ് ഈ തൊപ്പിയൊക്കെ വെച്ചേക്കുന്നത്. നല്ല കാറ്റുണ്ട്. സ്നോ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കണ്ണിലോട്ടോ സ്നോ ആയിട്ടുണ്ട്. സ്നോ പറക്കുവാണ്. ഞാൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹൈദരാബാദി ഹൗസിലാണ്. ഈ വരുന്ന വഴിക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളിവിടെ ബിരിയാണി ഓർഡർ ചെയ്യും, കഴിക്കും, നേരെ തിരിച്ച് വീട്ടിൽ പോകും. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഫുഡ് വന്നിട്ട് ബാക്കി കാണിച്ചു തരാം. तुम्हारे सम्मत छूट गया।